संग यारे कि रात लंबे यारे कटे तेरे संग यारे. അങ്ങനെ 4 വർഷത്തെ ജയ്പൂർ ജീവിതത്തിന് ഇവിടെ തിരശീല വീഴുവാണ്. യാത്ര പറഞ്ഞേ പറ്റൂ. ചില നേരം നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും അങ്ങനെയൊരു അവസ്ഥ വരാറില്ലേ, അതാണ് ഇത്. നമ്മൾ ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഞാൻ ലോങ് വീഡിയോ ഒന്നുമേ ഇട്ടിട്ടില്ല. എൻ്റെ ഹെൽത്ത് ആ ഒരു സമയത്ത് വളരെ മോശമായിരുന്നു. അത് കാരണം ഏട്ടൻ്റെ കൂടെ ഞാനും രൺതംബോറിൽ പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു, ആ ഒരു സ്ഥലത്തായിരുന്നു. അവിടുന്ന് നമ്മൾ ലോങ് വീഡിയോസൊക്കെ കുറേ ചെയ്തിട്ടുണ്ട്. ടൈഗർ സഫാരി ഇതൊക്കെ അങ്ങനെ അവിടെ നിന്നുള്ളതായിരുന്നു. അപ്പോൾ ഇറങ്ങി കാറിലെ സാധനങ്ങൾ നോക്കി അഭയാർത്ഥികളെ പോലെ എല്ലാ സാധനങ്ങളും കുത്തി നിറച്ച് ഇവിടെ യാത്ര പറയാനുള്ള ഒരേ ഒരു വ്യക്തി ഇതാണ് മഹാദേവൻ്റെ ഒരു ചെറിയ ഒരു ക്ഷേത്രം പോലുണ്ട്. അത് അവിടുത്തെ നോർത്തിലെ എല്ലാ അപ്പാർട്ട്മെൻറ്റിലും ഒരു ചെറിയ ഒരു ഇങ്ങനെ ഒരു ഇത് കാണും. സൗത്തിൽ സാധാരണ അങ്ങനെ കണ്ടിട്ടില്ല. അങ്ങനെ ഇവിടെ നമ്മൾ 11th ഫ്ലോറിലായിരുന്നു നമ്മുടെ താമസം. ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. രാവിലെ 9 മണിയാണ്. ഒരു 5 days ട്രിപ്പാണ്, റോഡ് ട്രിപ്പാണിത്. ഇടയ്ക്ക് ഒരു ദിവസം മാത്രം നമ്മൾ ഓഫ് എടുക്കുന്നുണ്ട്, ഒരു അജന്ത എല്ലോറാക്കി ഔറംഗാബാദിൽ കാണാൻ. 0 ആക്കി കിലോമീറ്ററൊക്കെ. അപ്പം ഞാനും ഏട്ടനും മാറി മാറി ഡ്രൈവ് ചെയ്യാമെന്ന് ആദ്യം വിചാരിച്ചു. പിന്നെ വിചാരിച്ച് റിസ്കി, എൻ്റെ ഹെൽത്തൊക്കെ മോശമാണ്. അപ്പം നമ്മൾ ഡ്രൈവർ, നമ്മുടെ ഒരു 4 വർഷത്തെ നമ്മുടെ സാരഥിയായിരുന്നു നമ്മുടെ ഡ്രൈവർ ഉണ്ടായിരുന്നു. അത് രാജസ്ഥാൻ ആൾ തന്നെ, വരുന്നതാണ് ആൾ. അപ്പോൾ കാറിൽ ഇപ്പോൾ കാണിക്കുന്നത് 9 hours, ഇത് ഫോണിൽ കാണിക്കുന്ന 48 minutes ആണ്. ഇത് നോക്കി ഒട്ടും നീറ്റല്ലാത്ത ഒരു സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ താമസിച്ചിട്ടുള്ളത് ജയ്പൂർ തന്നെ. ഇത് കണ്ടോ, അവിടുത്തെ ബസ്സിൻ്റെയൊക്കെ അവസ്ഥ കണ്ടോ, അതുപോലെ റോഡിൻ്റെയൊക്കെ അവസ്ഥ കണ്ടാൽ പശു, കാള, പിന്നെന്താ ചപ്പ്, ഒരു വൃത്തിയില്ലാത്ത ഒരു സ്ഥലമാണ് കേട്ടോ. പക്ഷേ ആൾക്കാർ ഒരു ഡൗൺ ടു എർത്ത് പേഴ്സണാലിറ്റീസ് എന്നൊക്കെ പറയുന്നത് അങ്ങനത്തെ ആൾക്കാരാണ്. എത്ര പൈസയുണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിലും അവരതൊന്നും കാണിക്കുന്ന ഒരു ടൈപ്പല്ല കേട്ടോ. പക്ഷേ വൃത്തിയുടെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. എനിക്ക് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പം നമ്മൾ ആദ്യം ഒരു കണ്ട ഡാബയിൽ തന്നെ കയറി ബ്രേക്ക്ഫാസ്റ്റ് ഹെവി ആയിട്ട് കഴിക്കണം. അങ്ങനെ ഇവിടുന്ന് നമ്മൾ തന്തൂരി ഇത് ആലു പൊറാട്ട ആണ് കഴിക്കുന്നത്. ഹെവിയാണ്. തൈരിൻ്റെ പുറത്ത് ഇങ്ങനെ ജീരകം വറുത്ത് നമ്മൾ പൊടിച്ചെടുക്കും, ഇവരിങ്ങനെ ജീരകമായിട്ട് തന്നെ ഇങ്ങനെ ഇട്ട് തരുന്നത്. അങ്ങനെ യാത്ര നല്ല രസമായിരുന്നു. ഭയങ്കര ആ ഒരു വിൻ്റർ ടൈമാണ് കേട്ടോ. ഇത് ഫെബ്രുവരി ആയിരുന്നു. അപ്പോൾ വഴിയിലൊക്കെ ഇങ്ങനെ നമുക്ക് ഫോർട്ടിൻ്റെ ഒരു ഇതല്ലേ എന്ന് പറഞ്ഞാൽ, ജയ്പൂർ എന്ന് പറയുമ്പോൾ, രാജസ്ഥാൻ എന്ന് പറയുമ്പോൾ തന്നെ ഫോർട്ട്. ആദ്യം നമ്മളപ്പോൾ അവിടുന്ന് ക്രോസ് ചെയ്ത് നമ്മൾ ആദ്യം കയറുമ്പോൾ വഴി കാണുന്ന കാഴ്ചകളായിരുന്നു കേട്ടോ. ക്യാമൽസിനെ കൊണ്ടുവന്നുണ്ട്. ആദ്യം നമ്മൾ പോകുന്നതെന്ന് പറയുന്നത് കോട്ട വഴി കയറിയാണ്. ഇവിടുന്ന് അപ്പോൾ അത് വഴിയിലൊക്കെ നമുക്ക് ബ്രിട്ടീഷുകാരുടെ ടൈമിലെ കൺസ്ട്രക്ഷൻ ഇതൊക്കെ കാണാം. പക്ഷേ നമുക്ക് ഒരു വലിയൊരു ജേണിയാണ്, 600 something kilometers വൈകുമ്പോഴത്തേക്ക് കവർ ചെയ്യണം. അത് കാരണം നമ്മൾ വഴിയിലൊന്നും അങ്ങനെ ഇറങ്ങില്ല. അത് കണ്ടോ, സ്ലേറ്റിൻ്റെ പോലത്തെ നമ്മൾ ആ കട്ട വെച്ചിട്ട് വഴിയിലൊക്കെ ഇങ്ങനെ കടകൾ, പിന്നെ അതുപോലെ വീടുകളൊക്കെ അതുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലാതെ അവിടെ നിന്ന് ഒന്നുമേ കാണാനില്ല. അങ്ങനെ വഴിയിൽ ഉച്ചയായപ്പോഴത്തേക്ക് നമുക്ക് അവിടെ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു. റെസ്റ്റോറൻ്റ് ഒന്നും പറയത്തില്ല, ഡാബ എന്ന് പറഞ്ഞാൽ വലിയ വലിയ ഈ ട്രക്ക് ആൾക്കാർക്ക് ഇടയ്ക്ക് വന്ന് ഉറങ്ങാനും അവർക്ക് ആഹാരം കഴിക്കാനും കുളിക്കാനും ഒക്കെയുള്ള സ്ഥലമാണ്. വേറൊരു കാഴ്ച കണ്ടോ, ഇത് കണ്ടോ, അവിടെ ഫാമിലിയൊക്കെ യാത്ര ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടോ. ഒരു ബൈക്കിൽ കുറച്ച് അറ്റാച്ച്മെൻ്റ് ഒക്കെ വെച്ചിട്ട്, അതുപോലെ ഈ ട്രക്കിൻ്റെ ഡ്രൈവർമാർക്ക് കുളിക്കാനും അങ്ങനെയൊക്കെയുള്ള സംവിധാനം ഒക്കെ കേട്ടോ. വാഷ്റൂമൊന്നും അവിടെ ഇല്ല. നമുക്കത് മാത്രം ഒരു വലിയ ബുദ്ധിമുട്ടായിട്ട് വന്നു. പക്ഷേ മെനു കാർഡൊക്കെ ഉണ്ട്. മെനു കാർഡ് ഒന്നും പക്ഷേ അവിടെ ഒന്നും വർക്കൗട്ട് ആയില്ല. നമ്മളൊരു 1 hour അവിടെ തന്നെ സ്പെൻഡ് ചെയ്യും. 1 hour half an hour സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. പെട്ടെന്ന് അവർ ചോറും ദാലും പിന്നെന്തായിരുന്നു, ഇത് നോക്കിയാൽ ദാലിനകത്ത് നമ്മൾ സാധാരണ ജീരകമാണ് ഇങ്ങനെ വറുത്തിടുന്നത്. പക്ഷേ എങ്കിൽ ഇവിടെ മല്ലിയാണ് വറുത്തിട്ടത്. ഇപ്പം നമ്മൾ മഹാരാഷ്ട്രയിൽ കയറിയിട്ടുണ്ട്. അതുപോലെ പെട്ടെന്ന് അവരുണ്ടാക്കിയതാണ്. കോളിഫ്ലവറും ഉരുളക്കിഴങ്ങും തക്കാളിയൊക്കെ കൂടിയിട്ടൊരു ഫ്രൈ, പിന്നെ പപ്പടം, അതുപോലെ ഉള്ളി, പച്ചമുളക്, അതൊക്കെ അവർ തരുമല്ലോ. പിന്നെ ബസ്മതി റൈസിൻ്റെ ആ ഒരു ചോറും, ഇത് മാത്രമേ ഉള്ളൂ, തൈരും. അപ്പോൾ വഴിയിൽ നോക്കി കൃഷി, അല്ലാതെ അവിടെ ഒരു കാര്യവും ഇല്ല. കടയില്ല, ഒന്നുമില്ല, യാതൊരു കാര്യങ്ങളുമില്ല. നമ്മൾ ഇതുണ്ടോ, വഴിയിലൊക്കെ വേലിയൊക്കെ കെട്ടിയിരിക്കുന്നത് കണ്ടോ. അതുപോലെ തന്നെ ആൾക്കാരൊക്കെ ഈ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ചാണകം ഇങ്ങനെ പല ഷേപ്പിൽ ഉണക്കാൻ ഇങ്ങനെ നിറച്ച് വെച്ചിരിക്കുന്നത് കണ്ടു. അതുപോലെ പിന്നെ കാണുന്ന നമ്മൾ ഓറഞ്ചിൻ്റെ തോട്ടമാണ്. പശു, കാളയൊക്കെ ഇങ്ങനെ തെണ്ടി ഇങ്ങനെ റോഡിൽ കൂടെ നടക്കുക. ബസ്സിൻ്റെ അവസ്ഥ കണ്ടോ, നമ്മൾ ജയ്പൂരിൽ വെച്ച് കാണിച്ച പോലെ തന്നെ ഒരു വഴിയിൽ ഒരു ചെറിയ ബസ് കണ്ടോ.
ഒന്നുമേയില്ല നമുക്ക് കേട്ടോ. ഇങ്ങനെ നമ്മൾ സിറ്റിക്കകത്തൊന്നും കയറുന്നില്ലല്ലോ, നമ്മൾ ഈ ഹൈവേ കൂടെ തന്നെ ഇങ്ങനെ പോകുന്ന കാരണം നമുക്ക് ഇതൊക്കെ കിട്ടത്തുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞി വെയിറ്റിംഗ് ഷെഡ്, ഒരു കുഞ്ഞി പെട്ടിക്കട എന്നൊക്കെ പറയത്തില്ലേ, ആ സംഭവം, ഇതൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ അത്യാവശ്യം ഫ്രൂട്ട്സ്, വെള്ളം, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കയ്യിൽ കരുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പാടാം. പിന്നെ ഓറഞ്ചിൻ്റെ തോട്ടമാണ് ഇത് കണ്ടോ. ഓറഞ്ച് ഇങ്ങനെ അതിൻ്റെ വെയിറ്റ് താങ്ങാനായിരിക്കും ഇങ്ങനെ ഇങ്ങനെ എന്തുവാ ഒരു താങ്ങ് പോലെ കൊടുത്തിട്ട് അങ്ങനെ നിർത്തിയിരിക്കുന്നത്. വഴി നീള ഓറഞ്ച് തോട്ടമായിരുന്നു. അതിങ്ങനെ വിൽപ്പനയും കണ്ടു, ഇടയ്ക്ക് 1-2 സ്ഥലങ്ങളിൽ കണ്ടു. നമുക്കൊക്കെ അന്യം നിന്ന് പോയൊരു കാര്യം വേലി. ഇന്ന് നമ്മുടെ നാട്ടിൽ ആ സാധനം കാണാനില്ല. പിന്നെ എന്തെല്ലാം കൃഷികളാണെന്നറിയോ, 1 ഇഞ്ച് സ്ഥലമില്ല കേട്ടോ കൃഷിയില്ലാത്ത. അത് നമ്മളെ ഒരു അതിശയിപ്പിക്കും. എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നി. അങ്ങനെ നമ്മളിതാ ഏകദേശം ഇപ്പോൾ ഉച്ചയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം നമ്മൾ ഉജ്ജയിനിൽ കയറിയിട്ട് ആദ്യം നമ്മൾ വിചാരിച്ചതാ ഉജ്ജയിനിൽ വന്നിട്ട് അവിടെ ആ ഒരു വലിയൊരു ക്ഷേത്രം ഉണ്ടല്ലോ കാലഭൈരവൻ്റെയൊക്കെ, അപ്പോൾ അവിടെ പോകണമെന്ന്. പക്ഷേ അത് സാധിച്ചില്ല. പിന്നെ ഇത് നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് വിട്ട് കഴിയുമ്പോൾ പിന്നെ കാണുന്നതെന്ന് പറയുന്നത് വിൻഡ് മില്ലുകളാണ്. നിറച്ച് വിൻഡ് മില്ലുകൾ റോഡിൻ്റെ 2 സൈഡിലും. കൂടുതൽ കാഴ്ചകൾ കാണിക്കുക. നമ്മളെങ്ങും ഇറങ്ങിയില്ല ആ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ. ട്രാവൽ എങ്ങനെയുണ്ടെന്നൊന്നും നമുക്കറിയില്ല. ഫസ്റ്റ് ഡേ കഴിയട്ടെ എന്ന് വെച്ചിട്ട്. അപ്പം അന്നത്തെ ദിവസം നമ്മൾ അവിടെ കഴിക്കാനിറങ്ങി. പിന്നെ വാഷ്റൂമിൻ്റെ കുറച്ച് ഇഷ്യൂ വന്നു. ഞാൻ പിന്നെ വഴിയിലെങ്ങും നമുക്ക് പോകാൻ കിട്ടില്ല കേട്ടോ. പമ്പിലൊക്കെ എന്ന് പറഞ്ഞാൽ പമ്പ് പോലും നമ്മളിങ്ങനെ അന്വേഷിച്ച് ഇന്നൊരു സിറ്റിക്കകത്തോട്ട് നമ്മൾ കയറുന്നില്ലല്ലോ. പിന്നെ വഴിയിൽ ഇങ്ങനെ എന്താ പറയുന്നത്, കാട്ടിലൊക്കെ പോകേണ്ടി വന്നു എന്നൊക്കെ വേണമെങ്കിൽ തന്നെ ചുരുക്കത്തിൽ പറയാം. അങ്ങനെ നമ്മൾ ഉജ്ജയിനിലെത്തി. അപ്പോൾ ഉജ്ജയിനിൽ ഞങ്ങൾ ആ ടെമ്പിളിൽ മഹാദേവൻ്റെ അവിടെ പോകണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച വഴിയിലൊരു കല്യാണ ഇത് കണ്ടതാണ് കേട്ടോ. ഒരു കല്യാണം നടക്കുന്നു. പക്ഷേങ്കിൽ അവിടെ 2 മണിക്ക് നമ്മൾ ക്യൂവിൽ നിൽക്കണം. അപ്പം നമ്മുടെ ഉറക്കമൊക്കെ കംപ്ലീറ്റ് ഓൺലൈൻ രജിസ്റ്റർ ചെയ്യണം. പിന്നെ നമുക്ക് ഡ്രൈവും ഉണ്ടല്ലോ ഫുൾ ഡേ. ഞങ്ങൾ നൈറ്റ് ഡ്രൈവ് ഒഴിവാക്കിയിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ വിചാരിച്ച് വേണ്ട, നമുക്ക് അതിനായിട്ട് പിന്നെ ഒരിക്കൽ വരാം. എന്തായാലും എനിക്ക് ഉജ്ജയിനി പോകണം. എന്തായാലും അവിടുത്തെ നമുക്ക് മഹാദേവനെ കണ്ടേ പറ്റത്തുള്ളൂ. ഒരു ശിവഭക്തരായ ആരും ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു സംഭവമില്ലേ അവിടെ പോകണമെന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് സ്കിപ്പ് ചെയ്തു. അങ്ങനെ നമ്മൾ ഇൻഡോറിലോട്ട് കയറാനുള്ള ഒരു ഇതാണ് ടോള്. അതായിരുന്നു നമ്മുടെ ട്രാവലിലെ ഏറ്റവും വലിയ ചലഞ്ച് കേട്ടോ. ഏതാണ്ട് 25,000 അടുപ്പിച്ച് നമുക്ക് ടോളായി. ഭയങ്കര. അത് ഒരു ടോള് കഴിഞ്ഞാൽ നമ്മൾ ഈ 5 ഡേയ്സത്തെ ഞാൻ പറയുന്നത് കേട്ടോ. ഒരു ടോള് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഒരു പോകുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത ടോൾ, അത് വലിയ ഹെവി എമൗണ്ടുകൾ വരുന്നു. അത് മാത്രം ഭയങ്കര ഇതായിട്ട് തോന്നി. അടുത്തതാ ഇത് നോക്കി. ഇതെന്ന് പറഞ്ഞാൽ ഇൻഡോറിൻ്റെ കാര്യം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ലേ. ഇന്ത്യയിലെ ഏറ്റവും നല്ല നീറ്റായിട്ടുള്ള സിറ്റിക്കുള്ള അവാർഡ് 8ാമത്തെ പ്രാവശ്യം ഇൻഡോർ തന്നെ വാങ്ങിച്ചിരിക്കുന്നത്. ഒന്നും നോക്കിക്കേ. ഈ റോഡിൽ ഇപ്പോൾ മെട്രോയുടെ കൺസ്ട്രക്ഷനൊക്കെ നടക്കുവാണ്. അപ്പം നമുക്കിനിയിപ്പോൾ സിറ്റിക്കകത്ത് കയറണമല്ലോ. നമ്മുടെ സ്റ്റേ ഒക്കെ അവിടെയാണ്. അപ്പം ഒരു 24 hours അവിടെ ഇങ്ങനെ എന്താ പറയുന്നത്, നമ്മുടെ ഈ ശുചീകരണ തൊഴിലാളികൾ അവർ ഷിഫ്റ്റായിട്ടാണ് ജോലി ചെയ്യുന്നത്. ഒരു തുണ്ട് പേപ്പർ കഷ്ണം പോലും നമുക്ക് അവിടെ ഒന്നും കാണാൻ കിട്ടത്തില്ല. സത്യം പറയാമല്ലോ, ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ജയ്പൂരിൽ നിന്ന് വരുന്ന കാഴ്ചയില്ലേ, ജയ്പൂർ ഞാൻ ഇപ്പം കാണിച്ചില്ലേ, ഇതാ അവിടുന്ന് നമ്മൾ വേറൊരു കാഴ്ച കണ്ടതാണ്. ഇത് കണ്ടോ, ബസ്സുകൾ പോകുന്നത് കണ്ടോ. അതായത് ഇതെന്ന് പറയുന്നത് BRT. ഇത് ഡൽഹിയിലൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പൊളിച്ച് പറഞ്ഞു. ജയ്പൂരിലും ഉണ്ട്, പക്ഷേ അത് ഫങ്ഷണലൊന്നുമല്ല. ഇപ്പം ഇതെന്ന് വെച്ചാൽ ആ ഒരു ലൈനിൽ കൂടെ ബസ് മാത്രമേ അവിടെ പോകാൻ പാടുള്ളൂ. അതായത് പറയുന്നത് ഒരുമാതിരി മെട്രോ പോലെന്ന് തന്നെ പറയാം. ബസ് പെട്ടെന്ന് പോകാൻ വേണ്ടി ബസ് റാപ്പിഡ് ട്രാൻസ്പോർട്ട് എന്നാണ് പറയുന്നത്. 2nd ലൈൻ കാറുകൾക്കുള്ളത്, 3rd ലൈന് ഓട്ടോയും 2 വീലേഴ്സിനും മാത്രം. അപ്പോൾ ട്രാഫിക് കുറച്ച് കൺട്രോൾ. അപ്പോൾ ഡൽഹിയിലൊക്കെ പ്രശ്നമെന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് കാറുകൾ ഒരുപാടല്ലേ. അപ്പോൾ ഇത് ഒരിക്കലും പോസിബിൾ അല്ല. അപ്പോൾ അതവിടെ അപ്പോഴേ ഉപേക്ഷിച്ചു. ഇപ്പോഴാണ് നമ്മൾ സിറ്റിക്കകത്ത് കയറുന്നത്. നമ്മുടെ താമസം സിറ്റിക്കകത്തായിരുന്നു. അങ്ങനെ നമ്മൾ താമസിക്കുന്ന ഫസ്റ്റ് ഡേ നമ്മുടെ നൈറ്റ് സ്റ്റേ എത്തിക്കഴിഞ്ഞു. അവിടെ ഇവിടെയായിരുന്നു. അപ്പം നമ്മൾ സാധനങ്ങളൊന്നും കാറിൽ നിറക്കിയില്ല. നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്തു. അപ്പോൾ ഇവിടെ ഒരു വലിയൊരു സംഭവം ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇൻഡോറിൽ എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് അറിയത്തില്ല, സറാഫ നൈറ്റ് മാർക്കറ്റ് എന്നും പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് സറാഫ എന്ന് വെച്ചാൽ ജ്വല്ലറി ഷോപ്പ്, അതായത് സിൽവർ ഗോൾഡ് ഇതൊക്കെ വിൽക്കുന്ന സ്ഥലം കേട്ടോ. രാത്രിയിൽ അത് ഡേ ടൈം ഫുൾ ജ്വല്ലറി, ഒരു സ്ട്രീറ്റ് മൊത്തം. അതൊരു മാർക്കറ്റാണ്. നൈറ്റ് ഒരു 9 o'clock ആകുമ്പോഴത്തേക്ക് ജ്വല്ലറി എല്ലാം അടയ്ക്കും. പിന്നെ അവിടെയെന്ന് പറഞ്ഞാൽ എന്താ പറയുക, സ്ട്രീറ്റ് ഫുഡാണ്. ഇതെന്ന് പറഞ്ഞാൽ അവിടെ തൊട്ട് മുമ്പിലൊരു ഹോസ്പിറ്റലാണ് കേട്ടോ. നമ്മൾ ആ ചെന്ന് കഴിഞ്ഞാൽ ജനലെടുത്ത് ഇങ്ങനെ കട്ടമാക്കി നോക്കുമ്പോൾ ആ ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ പോലും ഒരു വൃത്തികേടായിട്ട് ഒന്നുമില്ല. അത്രയ്ക്ക് നീറ്റ് ആൻഡ് ക്ലീൻ. വൃത്തികേട് മീൻസ് നീറ്റ് ആൻഡ് ക്ലീൻ. പിന്നെ എവിടെ ചെന്നാലും എൻ്റെ ഒരു ഇഷ്യൂ ആണ് ഈ ബാത്റൂം വാഷ്റൂം നോക്കണം എന്നുള്ളത്. കാര്യം എനിക്കത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇവിടെ ജസ്റ്റ് അവർ കഴിക്കാൻ വേണ്ടി എന്തോ ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അവിടെ കഴിക്കാൻ പോകണം. ഇനി അടുത്ത വീഡിയോ അത് കാരണം നിങ്ങൾ വെയിറ്റിംഗ് ആയിട്ട് തന്നെ ഇരിക്കണം കേട്ടോ. ഇവിടെ ഏട്ടൻ 24
ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് 9 to 2 ആണ്. നമുക്ക് അവിടെ പോയി ഡിന്നർ കഴിക്കണം. സറാഫ മാർക്കറ്റ് കാഴ്ചകൾക്കായി കാത്തിരിക്കണേ.